ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് നാട്ടിൽ പോവാണ്. ആർക്കും അറിയില്ല, സർപ്രൈസായി പോകുന്നതാണ്. പിന്നെ അച്ഛനോടും അമ്മയോടും ആരോടും പറഞ്ഞിട്ടില്ല. അവർ സർപ്രൈസ് ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്ലൂ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ നോക്കാം സർപ്രൈസ് ആവുമെന്ന്. ഇപ്പം നമ്മൾ ചാങ്കി എയർപോർട്ടിലാണുള്ളത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് 4:30 അപ്പോൾ നമ്മൾ നേരെ ചെന്നൈക്കാണ് പോകുന്നത്. പക്ഷെ ചെന്നൈയിൽ നമുക്ക് 13 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് പിന്നെ നേരെ മാംഗ്ലൂരേക്ക് എത്തുമ്പോഴത്തേക്കും നാളെ രാത്രിയാവും. അപ്പോൾ അതുവരെ എല്ലാം ഞാൻ ഷോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. അങ്ങനെ നമ്മൾ ബാഗേജൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഗേറ്റിൻ്റെ അടുത്തോട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളൊരു കോഫിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കോഫിയൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത്, കാരണം പിന്നെയും നമുക്ക് ടൈം ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട്. അപ്പം അതുവരെ നമ്മളൊന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത് രാത്രിക്ക്. അപ്പം നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടി വന്നു. നല്ല അടിപൊളി കോഫിയായിരുന്നു. അതിനുശേഷം നമ്മൾ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. പിന്നെയാണ് നമ്മൾ മെല്ലെ ഗേറ്റിലോട്ട് നടന്നത്. ഇവൻ പോകുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇവൻ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു പോകാനുള്ളത്. പക്ഷെ ഞാൻ തീരെ പ്ലാൻഡ് അല്ലായിരുന്നു. എനിക്കൊരു കുറച്ച് ലീവ് ബാക്കി ഉണ്ടായിരുന്നു. ഒരു 6 ദിവസത്തെ ലീവ് ബാക്കിയുണ്ട്. അപ്പോൾ ഒരാഴ്ചത്തേക്കാണ് നമ്മളിപ്പം പോകുന്നത്. പിന്നെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പോയിട്ട് ബാക്കി നോക്കാം, സർപ്രൈസ് ആവോ ഇല്ലയോ എന്നെല്ലാം നോക്കാം. ഗേറ്റ് ഓപ്പണായി, നമ്മൾ ഗേറ്റിലോട്ട് പോവാണ്. എങ്ങോട്ട് പോകുന്നു? കേരള. Gochong country. നമ്മള് എന്തിനു പോന്നേ? What is this? അതാണ് പിമ്പിൾ പാച്ച്. ഗൈസ്, നമുക്ക് ഈ ഗേറ്റിലെയാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പം എല്ലാവരും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാന്ന്. ടൈമായി, നമ്മളങ്ങനെ കയറുവാന്ന്. ഓക്കെ, ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. Details into what is added to channel. Card is available in the seat pocket for your reference. Secure your seat belt by inserting. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ആയി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ചെന്നൈയിലേക്കാണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ചെന്നൈയിലെത്തിയിട്ട് പറയുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേനും നല്ല അടിപൊളി സ്കൈ ആയിരുന്നു. പക്ഷെ വിൻഡോ സീറ്റിലല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഭംഗി അത്ര കാണാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഇരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സൺറൈസ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ, നല്ല ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെന്നൈ ലാൻഡായി.
ലാൻഡ് ആവേണ്ട ടൈമിൽ. പക്ഷെ നല്ല വെതറായിരുന്നു അവിടെ, ഒരു തുള്ളി മഴ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചെന്നൈയിൽ ലാൻഡായി. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ബസ്സിൽ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാന്ന്. നല്ല നല്ല കാലാവസ്ഥയായിരുന്നു ചെന്നൈയിൽ. പിന്നെ പക്ഷേ ഇവൻ വീട്ടിലേക്ക് വിളിച്ച് നോക്കുമ്പോഴത്തേക്കെല്ലാം ഇവിടെ നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയായിരുന്നു. പക്ഷേ ഇവിടെ കുഴപ്പമില്ല. ബസ്സിൽ പോകുന്നുണ്ട്, ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ പോകുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഒന്ന് ഫ്രഷൊക്കെ ആയി. പിന്നെ നമ്മൾ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. നമ്മൾ ലഗേജൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നേരെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ലഗേജ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ലഗേജ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ എയ്റോ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയും വെക്കാൻ വേണ്ടിയിട്ട് അവർ അതിനുള്ള ഇതില്ലാന്ന് പറഞ്ഞു. നമ്മൾ ലഗേജ് എല്ലാം വെച്ചിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ശരവണ ഭവനില്ല, എവിടെയെന്നറിയില്ല. നമ്മളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആക്ച്വലി നമുക്ക് കുറച്ചധികം ലഗേജ് ഉണ്ടായിനി. അപ്പം നമുക്ക് ലഗേജും കൊണ്ട് എല്ലായിടത്തും പോകാൻ പറ്റൂലല്ലോ. അപ്പം നമുക്ക് ലോക്കർ സിസ്റ്റം ഉണ്ടായിനി. അപ്പം നമ്മൾ അതിലാണ് നമ്മൾ വെച്ചത്. പിന്നെ അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് ഞാനത് എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം. കാലാവസ്ഥ കണ്ടിട്ട് ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നു. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഓട്ടോയിൽ പോകുന്നു. കുറേ ആയല്ലോ ഓട്ടോയിൽ കയറിയിട്ട്. അങ്ങനെ നമ്മൾ ചെന്നൈ പട്ടണം എത്തി. ചെന്നൈയിൽ നിന്ന് നമ്മൾ ഓട്ടോയിൽ നമ്മൾ നേരെ പോകുന്നത് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശരവണ ഭവനിലേക്കാണ് പോകുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ശരവണ ഭവനിലെത്തി ഫുഡൊക്കെ അടിച്ച് അവിടുന്ന് പിന്നെ നേരെ നമ്മൾ പോകുന്നത് ബാങ്കിലോട്ടാണ്. കുറച്ച് പരിപാടിയുണ്ട് ബാങ്കിൽ. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. നമ്മളെ മസാല ദോശ വന്നോ. മസാല ദോശ സീറെടുത്തു. സീറ ഇതെന്ത് എന്തൊക്കെയോ ഉണ്ട്. കാരണം നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ട്. മിനി ഇഡ്ലി ബാജി അല്ല സീറ. അത് റവ കേസരി പൊങ്കലോ ഉണ്ടായിരുന്നത് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാതെ ഞാൻ എടുത്തു. നമ്മളങ്ങനെ ഓട്ടോന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാന്ന്. ഇവിടെ നമ്മൾ ബുക്കാക്കിയിട്ടുണ്ടായിരുന്നു, ഊബറിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വ്യൂ, അടിപൊളിയല്ലേ. നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന കറക്റ്റ് എമിറേറ്റ്സ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഞങ്ങൾ ശരവണ ഭവനിൽ ഫുഡ് കഴിച്ചു. എന്നിട്ടിപ്പം നമ്മളിനി കുറച്ച് പരിപാടിയുണ്ട്. ഒന്ന് ബാങ്കിൽ പോകാനുണ്ട്. അങ്ങനെ നമ്മൾ ബാങ്കിൽ പോവാണ്. സമയം പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലാം പെട്ടെന്ന് കാണും. ശരവണ ഭവനിലെ ഫുഡെല്ലാം ഷൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് വന്നത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓട്ടോ ബുക്ക് ചെയ്ത് ഓട്ടോ ഇപ്പം എത്തും. ഞങ്ങൾ ഓട്ടോയും വന്നു പെട്ടെന്ന് തന്നെ. ഞങ്ങൾ പോവാണ്. നമ്മളങ്ങനെ ഓട്ടോ കയറി നേരെ പോകുന്നത് ബാങ്കിലോട്ടാണ്. ബാങ്കിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പോവാം. താങ്ക് യു. ചൂട് നമ്മൾ ബാങ്കിൽ പോയി. അതും പെട്ടെന്ന് ശരിയായി. നമ്മളൊന്നും ചെയ്യുന്നറിയാണ്ട് ഇങ്ങനെ വെറുതെ ചായ കുടിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ നേരെ എത്തിയത് പോത്തീസിലേക്കാണ്. കുറച്ച് വെറുതെ എന്തെങ്കിലും സാരിയൊക്കെ നോക്കാൻ വിചാരിച്ച് നമ്മൾ പോത്തീസിലേക്ക് വന്നു. ഇത് ടി നഗർ അല്ലേടാ, ടി നഗർ. നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് പോത്തീസ്. ഇതാണ് പോത്തീസ്. ഇതാണെന്നില്ല. നമ്മളിവിടെ ചായ കുടിക്കാൻ ജ്യൂസ് കുടിക്കാൻ വന്നിട്ടുണ്ട്. ഒരു ലൈൻ സോഡ കുടിച്ച്
കുടിച്ചതിന്, അതും ഉപ്പിട്ട ലൈം സോഡ കുടിച്ചതിന് 60 രൂപ. ഉണ്ടല്ലേ. ഞങ്ങളങ്ങനെ വെറുതെ ഒരു സാരിയൊക്കെ നോക്കി, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, വലിയൊരു ആളത്തെ ഒരു അന്തരീക്ഷം. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ പോർട്ടീസിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ തിരിച്ച് വീണ്ടും ഈ മോളിലേക്ക് വന്നിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഈ മോളിലേക്ക് വന്നു. ഇനി ഇവിടെ വെറുതെ ഇനി ഫുഡ് വൈകുന്നേരം ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ കയറും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കണ്ടാൽ എൻ്റെ അമ്മ മിക്കവാറും ബോധം കെട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. ഇവൻ്റെ വീട്ടിലും പറഞ്ഞിട്ടില്ല ഞാനുണ്ട് എന്ന്. അപ്പം അവരാണ് കൂട്ടാൻ വരുന്നത് മാംഗ്ലൂർക്ക്. അപ്പം അവരെന്നെ കാണുമ്പോൾ ചിലപ്പം ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവാം ഞാനുണ്ട് എന്ന്. അറിയില്ല. എൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് വരുന്നുണ്ടോ. ഞാനില്ലാന്നാണ് പറഞ്ഞത്. ഞാൻ ലാസ്റ്റ് മൊമെൻ്റാണ് വരാൻ വേണ്ടി തീരുമാനിച്ചത്. ഇത് വല്ലാത്തൊരു ലേ ഓവർ ആയിപ്പോയി. ഇങ്ങനെയുള്ള ലേ ഓവർ കിട്ടിയാലും നമ്മൾ ഒരുപാട് ഇളകും. ക്ഷീണമായിപ്പോയി. നമ്മൾ എന്നിട്ടൊരു ബബിൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അവിടെ ബബിൾ ടീൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു അവർ വേറെന്തോ രീതിക്കാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടായത്. നമ്മൾ പൊതുവേ എന്ന് വെച്ചാൽ ടീൻ്റെ ഉള്ളിൽ ബബിൾ ഇട്ടിട്ടില്ല. പക്ഷേ ഇവർ ഷെയ്ക്ക് മാതിരിക്ക് അല്ലെങ്കിൽ യോഗർട്ട് പോലെയാണ് ഉണ്ടാക്കിയിട്ട്. അപ്പം നമ്മൾ വിചാരിച്ചു വേണ്ട, ട്രൈ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്തൊരു വേറൊരു ജ്യൂസിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ എന്താക്കിയെന്ന് വെച്ചാൽ ഒരു വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കഴിച്ചു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ്, വേറൊരു പണിയില്ല. നമുക്ക് നൈറ്റാണല്ലോ ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ നമ്മളവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് 7:55 ഞങ്ങളെ ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഒരു 5 മണി ആ ഒരു ടൈമെല്ലാം ആകുമ്പോൾ നമുക്ക് 5:30 തോന്നുന്നു നമുക്ക് കയറിയാൽ മതി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുവാന്ന്. ഈ ടൈം ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്ക് സെറ്റാവൂ. കാരണം നമ്മൾ മാംഗ്ലൂർ എത്തുമ്പോൾ ഏകദേശം 10:30-11 മണിയാവും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുവാന്ന്. ഗൈസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടക്കിറ്റ്. ഇവിടെയാണ് നമ്മൾ ലഗേജ് എല്ലാം വെച്ചത്. അപ്പം നമ്മൾ എന്താ ചെയ്തത്, നമ്മളെ ഫോൺ നമ്പറും പേരൊക്കെ അപ്പം നേരത്തെ അപ്പം നമുക്കത് ചെയ്യായിരുന്നു അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്തത്. നമ്മൾ വെച്ചു. ഈ നമ്മൾക്ക് സൈസ് ഇപ്പം സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. ഇതൊക്കെ സ്മോളാണ്. പിന്നെ മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. അപ്പം നമ്മുടെ ലഗേജ് കുറച്ച് വലുതായതുകൊണ്ടാണ് പിന്നെ ഈ രണ്ടിലും വെച്ചത്. അപ്പം ചെറുതാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്രൈസ് ആയിരിക്കും അതിന്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് പിന്നെ ആഫ്റ്റർ പേയ്മെൻറ്റ് പിന്നെ വെറുതെ ഇല്ല ലോക്കേഴ്സിലൊന്നും വെക്കാൻ പാടില്ല. നമ്മൾ അടച്ചു എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ എന്തൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിങ്ങനെ തുറക്കും. ഇത് നമ്മൾ അടുത്ത ലഗേജാണ്. അത് നമ്മൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും നമ്മളവിടെ സ്കാൻ ചെയ്തിട്ട് പേ ചെയ്ത പാട് ഇതിവിടെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. പിന്നെ നമുക്ക് പുറത്തെടുത്തിട്ട് പിന്നെ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ നോക്കി കുറേ ആൾക്കാർ ഡാൻസ് കളിക്കുന്നു. നമ്മൾ ടെർമിനൽ 4 എത്തി. അമ്മേ നടക്കുന്നു. ക്ഷീണിച്ച് ഒന്നും കയ്യാണ്ടായി. ഇനി ഒന്നിനും കയ്യ അത്ര മടുത്ത്. അയ്യോ, ഇന്ന് എത്ര മണിക്ക് ഫ്ലൈറ്റ്? 7:45. നമ്മൾ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു ഫാൻ കറങ്ങുന്നില്ല. കറങ്ങുന്നുണ്ട്.
അങ്ങനെ ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റ് പറക്കുന്ന കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഞാൻ. കുറേ നേരമായി അത് അങ്ങനെ റൺവേയിൽ കിടന്ന് കറങ്ങുന്നു. അപ്പോൾ ഇത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ഞാൻ. അങ്ങനെ അവസാനം നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഈ ഒരു സമയത്തിനായിട്ട് ഇന്ന് എത്ര നേരം വെയിറ്റ് ചെയ്തത്. ഇപ്പം സമയം 6:40. ഇനിയും ഉണ്ട്. നമുക്ക് 7:45 നമ്മൾ പോകുന്നുണ്ട്. സർപ്രൈസ് ആവുമെന്ന് വിചാരിക്കുന്നു. ഞാനിനി സർപ്രൈസ് ആവാണ്ട് നിന്നാൽ മതി. ഇനി അവർ മുന്നേ മണത്തറിഞ്ഞതൊന്നും എനിക്കറിയാം. ഞാനൊരു ക്ലൂ പോലും കൊടുത്തിട്ടില്ല. ഇവൻ്റെ വീട്ടിൽ അമ്മക്കറിയുന്ന എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ഷെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയില്ല എന്ന് വിചാരിക്കുന്നു. ഇതെന്തായാലും ഒരു വലിയ വ്ളോഗായിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടേണ്ടി വരും, സക്സസ് ആയാൽ മാത്രം. പിന്നെ അങ്ങനെയാണ്. അപ്പോൾ അച്ഛനമ്മയും വിട്ടു, ശ്രീൻ്റെ അച്ഛനമ്മയും വിട്ടു വീട്ടിൽ നിന്ന്. പിന്നെ അവർ കുറച്ച് നേരത്തെ വിട്ടു. അപ്പോൾ ചാർലി ഉണ്ടൊന്നിച്ച്. അപ്പോൾ ചാർലീനെയും കാണിച്ച് തരാൻ. നീ എക്സൈറ്റഡ് ആണോ ശ്രീ ചാർലീനെ കാണാൻ? അല്ലേ? ഇങ്ങനെ ഒരു ലേ ഓവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് വരുന്നത്. ഞാൻ ഇവനും ഇതുവരെ ഇങ്ങനെ ഉണ്ടായി എനിക്കായിട്ടില്ലല്ലോ. അവനും ആദ്യമായിട്ടാണ്. പക്ഷെ നമ്മൾ എവിടെല്ലോ പോയി, എന്നിട്ടും നമുക്ക് കുറേ ടൈം ബാക്കിയുണ്ടായി. ഏത് മടുത്ത്. ഇതാ നോക്ക്, നമ്മള് ഇതല്ല നമുക്ക് പോകേണ്ടത്. പക്ഷെ ആൾക്കാരെല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതുണ്ടടാ കഫേ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഇവിടെ ഇങ്ങനെ കാത്തിക്കണം. ആയിട്ടില്ല ഇനിയും കയറാൻ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ബസ് എടുത്തിട്ട് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാന്ന്. ഇപ്പം ഫ്ലൈറ്റിലേക്ക് കയറാൻ നിൽക്കുവാണ് ഞാൻ. ഇതിപ്പം നമുക്ക് ചെന്നൈയിൽ നിന്ന് മാംഗ്ലൂരേക്കുള്ള ETR ഫ്ലൈറ്റാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കുഞ്ഞ് ബസ് പോലത്തെ ഇല്ലേ ഫ്ലൈറ്റിൽ പോകുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനെ പോയിട്ടില്ല ഇത്രയും ചെറിയ ഫ്ലൈറ്റിൽ. ശരിക്കും ബസ്സിൻ്റെ അത്രയ്ക്കേ ഉള്ളൂ ഇത്. അങ്ങനെ നമ്മളിങ്ങനെ കയറാൻ നിൽക്കുവാണ്. അങ്ങനെ ടേക്ക് ഓഫിന് ടൈമായി. അപ്പം നമ്മളിവിടെ നിന്ന് കയറുവാണ്. പിന്നെ ഇനി നമുക്ക് മാംഗ്ലൂർ വെച്ച് കാണാം. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ടേക്ക് ഓഫായി. പിന്നെ അപ്പം ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ വിൻഡോ സീറ്റിലെ വിൻഡോ ഭയങ്കര ബ്ലറി ആയിരുന്നു. പക്ഷേ ചെന്നൈ ഇങ്ങനെ കാണാൻ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഈ ഒരു വിൻഡോ കാരണം അതത്ര കാണാൻ എന്താ പറയുക, ക്യാപ്ചർ ചെയ്യാൻ അത്രക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പറയൂലേ, നമ്മളെ കണ്ണിന് കാണുന്ന കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റൂല എന്ന് പറയില്ലേ, അത് എത്ര കറക്റ്റാണോ. നമുക്കിങ്ങനെ കണ്ണുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമ്മളത് ഫോട്ടോയിലെടുത്ത് വരുമ്പോഴത്തേനും അത് അങ്ങനെയാണല്ലോ. നല്ല വ്യൂ ആയിരുന്നു. നമ്മൾ ലാൻഡായി, മാംഗ്ലൂർ ലാൻഡായി. പക്ഷെ നല്ല മഴയാണ്, നല്ല മഴ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാണ്, പുറത്തിറങ്ങാൻ വേണ്ടി. ഗേസ് ഞങ്ങൾ എത്തി. ഗേസ് എനിക്ക് അച്ഛനത് എൻ്റെ അച്ഛനമ്മയും പുറത്ത് നിന്നിട്ടുണ്ട്. നോക്കാം. നല്ല മഴയായിരുന്നു. മഴ ഉള്ളതുകൊണ്ട് അവർ കാറിലാണ് ഇരുന്നിട്ടില്ല. ചാർലി ഉള്ളതുകൊണ്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങി. ചാർലി ഓനെന്നെ നോക്കുന്നത്. ചാർലി ഏയ് ഇങ്ങോട്ട് വാ നീ. ഏയ് ചാർലി, ചാർലി എടാ
ചാർലി ആര് വന്നിന ചാർലി ആര് വന്നിനടാ പ്രതീക്ഷിക്കാതെ സർപ്രൈസ് ആയോ നീ രണ്ട് ചെറിയ ചെറിയ ചാർലി എന്റെ പൊന്നെ കൊന്നു തന്നെ. എന്റെ ബാക്കിലാണ്. വാ വാ. ഈ പട്ടിയുണ്ടോ? കിങ്ങിണി മോളി കിങ്ങിണി ഭാവി കിങ്ങിണി ഭാവി കൊടുത്തു കിങ്ങിണി മോളി ഗർഭുവാ നീ ഏയ് ഗർഭുവാ നീ കഴിഞ്ഞില്ലേ? ഹലോ ഗൈസ്, ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പം ശരി, ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഇത് മിക്കവാറും 2 വ്ളോഗായിട്ട് ആയിക്കൂടുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.